നമസ്കാരം. ഞങ്ങളുടെ ഈ അക്ഷരശ്ലോക അക്ഷരശ്ലോക പാഠം അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഹ എന്ന അക്ഷരത്തിലെ 5 ശ്ലോകങ്ങൾ അവതരിപ്പിച്ച് ഈ അക്ഷരശ്ലോക പാഠം ഇവിടെ നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. ഇത് തുടങ്ങിയത് വളരെ ലഘുമനസ്കനായിട്ടായിരുന്നു. കുറച്ച് കുട്ടികളുടെ ശ്ലോകം ആൾക്കാരെ കേൾപ്പിക്കാം, കുറച്ച് ശ്ലോകങ്ങൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലാകുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കാം, അങ്ങനെയുള്ള ധാരണയിലൊക്കെയായിരുന്നു തുടങ്ങിയത്. പക്ഷേ വളരെ ഗൗരവമായി ശ്ലോകത്തെ സമീപിക്കുന്നവരും പുതുതായി പഠിക്കുന്നവരും എല്ലാം ഒരേ താല്പര്യത്തോടെ ഇതിനെ സമീപിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ശ്ലോക രംഗത്തുള്ള പല അബദ്ധധാരണകളും ഞങ്ങൾക്കുണ്ടായിട്ടുള്ളതും മറ്റു ആൾക്കാർക്കുണ്ടായിട്ടുള്ളതൊക്കെ തിരുത്താൻ ഈ ശ്ലോക പാഠം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീദേവി ടീച്ചർ വലിയ സന്ധ്യാദീപം അണഞ്ഞുപോയി എന്നുള്ള ശ്ലോകത്തിൽ ചെന്താർമുട്ടുകളിൽ കടന്ന് അനുഭൃതം കൈവയ്ക്കയായി തെന്നൽ എന്നാണ് പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ അതനുസരിച്ച് അർത്ഥം പറയും. ശ്രീദേവി ടീച്ചർ ചൊല്ലിയത് കൃത്യമായിരിക്കുകയും ഞാൻ അർത്ഥം പറഞ്ഞപ്പോൾ അത് അനുഭൃതം എന്നാക്കി പറയുകയും ചെയ്തു. വലിയ തെറ്റായിരുന്നു എന്ന് ശ്രീ ഐരിൽ നാരായണനെ പോലെയുള്ള വലിയ പണ്ഡിതർ പറയുകയുണ്ടായി. അപ്പോൾ അത് ഞങ്ങളതിനകത്ത് ഇതിനു മുൻപും ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു. ഇതൊരു ലഘുമനസ്സോടുകൂടി എടുത്തു തുടങ്ങിയതാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇതുപോലത്തെ തെറ്റുകൾ വരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുന്ന പലരും അത് തിരുത്തി തന്നു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കി. തെറ്റ് തിരുത്തി തന്നത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ അക്ഷരശ്ലോക പാഠത്തിന് ശേഷം പുതിയ പ്രോജക്റ്റുകളുമായി അല്ലെങ്കിൽ പുതിയ പദ്ധതികളുമായി ഞങ്ങൾ വരും. യോജിച്ചു തുലാത്തിലെ കറവയിൽ തങ്ങാതെ എങ്ങാനുമേ പോയോരമ്പുധരങ്ങൾ പൈക്കളകിടും മുറ്റിത്തിരിച്ചെത്തവേ ഭൂയോപി ത്വരയോടു പാൽക്കര നടത്തിയിടും പ്രകൃത്യംബയോ വായോ എന്നു ചരാചരങ്ങളെ വിളിക്കുന്നു കുടിച്ചിടുവാൻ. ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള ശ്ലോകം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വേനൽക്ക് ഒരു മഴ എന്ന കവിതയിലെ 2ാമത്തെ ശ്ലോകം. 1ാമത്തെ ശ്ലോകം എല്ലാവർക്കും അറിയാം, മുന്നേ പോൽ മുതിരുന്നു വേനൽ വെയിൽ എന്നുള്ളതാണ്. 2ാമത്തെ ശ്ലോകം ഈ യോജിച്ചു തുലാത്തിലെ കറവയിൽ തങ്ങാതെ എങ്ങാനുമേ പോയോരമ്പുധരങ്ങൾ പൈക്കൾ അകിടും മുറ്റിത്തിരിച്ചെത്തവേ ഭൂയോപി ത്വരയോടു പാൽക്കറ നടത്തിയിടും പ്രകൃത്യംബയോ വായോ എന്നു ചരാചരങ്ങളെ വിളിക്കുന്നു കുടിച്ചിടുവാൻ. യോജിച്ചു തുലാത്തിലെ കറവയിൽ തങ്ങാതെ എങ്ങാനുമേ പോയോരമ്പുധരങ്ങൾ, മേഘങ്ങളെ പൈക്കളാക്കി കണക്കാക്കിയാണ്. അങ്ങനെ തുലാത്തിലെ കറവയിൽ തങ്ങാതെ, അപ്പോൾ ഓരോരോ പശുക്കൾ വരുന്നു, അതിനെ കറന്ന് ഭൂമിക്ക് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമ്പുധരങ്ങളാകുന്ന മേഘങ്ങളാകുന്ന പൈക്കൾ എവിടെയോ പോയി ചുറ്റിത്തിരിഞ്ഞ് മേഞ്ഞ് വയർ നിറച്ച് അകിടും മുറ്റിത്തിരിച്ചത്തെ നിറച്ച് പാലോടുകൂടിയാണ് വന്നിട്ടുള്ളത്. ഭൂയോപിത്വരയോട് പാൽക്കറ നടത്തിയിടും പ്രകൃത്യംബയോ, അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി പാൽക്കറ നടത്തിയിടും പ്രകൃത്യംബ ആ പശുക്കളെ, അമ്പുധരങ്ങളാകുന്ന മേഘങ്ങളാകുന്ന പൈക്കളെ കറന്ന് ഭൂമിക്ക് കൊടുക്കുകയാണ്. വായോ എന്നു ചരാചരങ്ങളെ വിളിക്കുന്നു കുടിച്ചിടുവാൻ. വേനൽക്ക്, കഠിനമായ വേനൽക്ക് പെയ്യുന്ന ഒരു മഴയെക്കുറിച്ചാണ് വൈലോപ്പിള്ളി ഈ കവിത എഴുതിയിട്ടുള്ളത്. ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കൂത്താട്ടുകുളം സ്വദേശി 9ാം ക്ലാസ്സുകാരി അഞ്ജന.